റിയൽമിയുടെ റിയൽമി പാഡ് 2 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം BIS സർട്ടിഫിക്കേഷൻ സൈറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിലും ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി പാഡ് 2 എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി പാഡ് 2-ൽ 11 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. അപ്പോൾ അത്യാവശ്യം വലിയൊരു സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. റെസൊല്യൂഷനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇതിൽ 2K റെസൊല്യൂഷനൊക്കെ വന്നേക്കാം. LCD പാനലായിരിക്കും ഈ ഒരു ടാബിൽ വരിക. കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. പിന്നെ ഈ ടാബിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരാൻ ചാൻസ് ഇല്ല. ഇതിൽ ഫേസ് അൺലോക്കിംഗ് ഫീച്ചർ വന്നേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio G99 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇത് ഇറക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. 15,000 രൂപയ്ക്ക് താഴേക്കാണ് ഈ ടാബിൻ്റെ വില എന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഈ ഒരു ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ വൈഫൈയും 4G സപ്പോർട്ടുമായിട്ട് വരുന്ന ഒരു വെർഷനും വന്നേക്കാം. ഈ ഒരു ടാബിൽ 8GB റാം വരെയും 128GB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. ടാബിൻ്റെ പിന്നിൽ 20 മെഗാ പിക്സലിലെ ക്യാമറ വന്നേക്കാം. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8360 mAhൻ്റെ ബാറ്ററി ആയിരിക്കും ഈ ടാബിൽ വരിക. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. Type C ചാർജിങ് പോർട്ടും ഇതിൽ വന്നേക്കാം. അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു ടാബിൽ വരുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. മിക്കവാറും ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിന് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. കാരണം ഓൾറെഡി BIS സർട്ടിഫിക്കേഷൻ സൈറ്റിലൊക്കെ ഈ ഒരു ടാബ്ലറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു ടാബ്ലറ്റ് ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും. എന്തായാലും റിയൽമിയുടെ റിയൽമി പാഡ് 2 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പ്രൈസിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നല്ലൊരു പ്രൈസിങ്ങിൽ ഈ ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും റിയൽമി പാഡ് 2 എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പം നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് ഈ ടാബ്ലറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.